നിനക്ക് സ്വസ്തി, കർത്താവിനോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആമേൻ. ഈശോയെ, എന്റെ പാപങ്ങൾ എല്ലാ പരിശുദ്ധ ദേവമാലയുടെ രാജ്ഞി, സമാധാനത്തിന്റെ രാജ്ഞി, കൃഷ്ണനാഥ, പിതാവിന്റെ പുത്ര, അങ്ങേ രൂപി ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല സകല ജനപദങ്ങളുടെയും ആദിയായ പരിശുദ്ധനികാമയം ഞങ്ങളുടെ ഭാഷയായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പീലാത്തോസിന്റെ വീട്ടിൽ വെച്ച് ചുമട്ടിൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മയെ, ശാരീരിക വേദനകൾ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ എത്രമാത്രം ആവലാതിപ്പെടുന്നു. ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളെല്ലാം സന്തോഷത്തോടെ സഹിക്കുവാൻ വേണ്ട വരം ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമേ. രണ്ടാം ദിവ്യരഹസ്യം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടും ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനെ എല്ലാം സമർപ്പിക്കാം. ഈ കൊറോണ എന്ന മഹാമാരിക്ക് എതിരായി നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ രോഗികൾക്ക് വേണ്ടി എല്ലാം മറന്ന് സ്വന്തം ജീവൻ പോലും പരിത്യജിച്ചുകൊണ്ട് രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, മറ്റൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ക്ലീനേഴ്സ്, കിച്ചൺ സ്റ്റാഫ്, ഡൊമസ്റ്റിക് എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് ഓർക്കാം. പോർട്ടേഴ്സ് ഉണ്ട്, ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടിരിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് നമുക്ക് ഓർക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫുഡ്, മറ്റു കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് തരുകയും അങ്ങനെയുള്ള സ്റ്റോറുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മുടെ രാജ്യത്തിന്റെ മേലധികാരികളെ ഓർക്കാം. രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് അവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ള പരിശുദ്ധാത്മാവ് നിറവ് കിട്ടുന്നതിനായിട്ടും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടാം. അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനെയും നമുക്ക് ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ നീല കാപ്പയിൽ അവരെയൊക്കെ ചേർത്ത് പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവ് അവർക്ക് ലഭിക്കുന്നതിനായിട്ട്, സംരക്ഷണം ലഭിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കാം. പിതാവേ, അങ്ങയുടെ നാമം പൂജ്യമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയം എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരാജ്ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങേ രൂപയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക ഞങ്ങളുടെ അഭിവാസിയായിരിക്കട്ടെ. ആമേൻ. മൂന്നാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധാമേ, എല്ലാവിധ ദുരഭിമാനങ്ങളിൽ നിന്നും വ്യർത്ഥ ചിന്തകളിൽ നിന്നും മോചിക്കുന്നതിനുള്ള വരം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധ പിതാവിന്റെ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്പിരിച്വൽ ലീഡേഴ്സിനെയും മാർപ്പാപ്പ കർദിനാൾമാർ, മെത്രാന്മാർ, മറ്റ് വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, അതുപോലെ നമ്മളെല്ലാവരെയും ഈ സമയത്ത് നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുവാനായിട്ടുള്ള ശക്തി ലഭിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവ് ലഭിക്കുവാനായിട്ട്, മുമ്പോട്ടുള്ള ജീവിതത്തിൽ വരുന്ന ത്യാഗങ്ങളും കഷ്ടതകളും എല്ലാം ദൈവത്തെ പ്രതി ഏറ്റെടുത്തുകൊണ്ട് ആ സഹനത്തില് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുഹിതം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവമേ എന്ന് പറയുവാനുള്ള ആ ഒരു വലിയ ശക്തി നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ഈ മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്ത് തിരുക്കുമാരന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടി ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ പാപികളായ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയം അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയം ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ എല്ലാ ആത്മാക്കളെയും പരിശുദ്ധമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങേ രൂപി ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കട്ടെ. അതുവഴി യുദ്ധമാതിയായ സംരക്ഷിക്കപ്പെടട്ടെ. സകല ജനപദങ്ങളുടെയും നാദിയായ നാലാം ദിവ്യ രഹസ്യം. നമ്മുടെ കർത്താവ് ശമിശിയ മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം തനിക്ക് അധിക ബഹുമാനവും വ്യാകുലവും ഉണ്ടാവാൻ വേണ്ടി അവിടുത്തെ തിരുത്തോളിന്മേൽ ഭാരമുള്ള കുരിശുമരം ചുമത്തപ്പെട്ടു എന്ന് ധ്യാനിക്കുക. പരിശുദ്ധ അമ്മേ, അനുദിന ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകൾ ക്ഷമയോടെ സഹിക്കുവാനുള്ള അങ്ങേ തിരുക്കുമാരനെ പിന്തുടരുവാനുമുള്ള വരം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാലാം ദിവ്യ രഹസ്യം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ദൈവത്തിന് മുമ്പിലേക്ക് മാതാവ് വഴിയായിട്ട് സമർപ്പിക്കാം. അമ്മയുടെ കൈകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവിയുടെ വാഗ്ദാനമാണ്. ആ കുഞ്ഞുങ്ങളെ നമുക്ക് അമ്മയുടെ കൈകളിലേക്ക് സമർപ്പിക്കാം. അമ്മയുടെ നീല കാപ്പ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണീശോയെ ഗർഭം ധരിച്ച് പ്രസവിച്ച് വളർത്തിയ ആ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നതിന്റെ എല്ലാ വിഷമ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രയോ നല്ല രീതിയിൽ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മക്കളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ അമ്മമാരും എല്ലാ മാതാപിതാക്കളും നമുക്കെല്ലാവർക്കും ഒരുപാട് പേരുണ്ട് അങ്ങനെ വേദനിക്കുന്നവര്. മക്കള് പ്രത്യേകിച്ചും ഈ രാജ്യത്ത് യൂറോപ്പില് അമേരിക്കയില് ഒക്കെ വളരുമ്പോൾ മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കാതെ 18 വയസ്സായാലും ഇനി കൺട്രോൾ ഞങ്ങളുടേതാണ്, നിങ്ങൾക്കൊരു കൺട്രോളും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കാതെയും അവരുടെ തന്നിഷ്ടത്തിനൊക്കെ ജീവിക്കുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവരെ എല്ലാം കുഞ്ഞു പ്രായം മുതലുള്ള കുട്ടികൾ തൊട്ട് വലിയ വിവാഹ പ്രായമായ കുട്ടികളെ പോലും നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ മക്കൾ തന്നെയാണ്. അവരെ മാതാവിന്റെ കൈകളിലേക്ക് അങ്ങ് കൊടുത്തുകൊണ്ട് അമ്മയുടെ നീല കാപ്പ കൊണ്ട് അവരെവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും അമ്മ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
കുഞ്ഞുങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, അവരെ തടയരുത്, അവരെന്റെ അടുത്ത് വരട്ടെ എന്ന് പറഞ്ഞ് ആ ദിവ്യനാഥന്റെ അടുത്തേക്ക് മാതാവ് വഴിയായിട്ട് നമുക്കങ്ങ് കൊടുത്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിച്ച് അവരുടെ നല്ല ഭാവിക്കായിട്ട് ദൈവാശ്രയ ബോധം അവരിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് അവരെ എല്ലാം ദൈവം നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് 4-ാം ദിവ്യരഹസ്യത്തിലൂടെ പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, സമയത്തും നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, എന്റെ പാപങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും സഹായമുള്ളവരെയും സുഖത്തിലേക്കണമേ. പരിസ്ഥിതിമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃഷ്ണാദ, പിതാവിന്റെ പുത്ര, അങ്ങേ രൂപം ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനതകളെയും പരിശുദ്ധാത്മാവട്ടെ അതുവഴി ധാർമ്മിക അഞ്ചാം ദിവ്യരഹസ്യം. നമ്മുടെ കർത്താവ് ശമിശിഹാ മലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധാത്മാവിന്റെ മുൻപാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട്
കുരിശിൽമേ തറക്കപ്പെട്ടെന്ന് ധ്യാനിക്കുക. പരിശുദ്ധാമേ, ഞങ്ങളുടെ ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോൾ നിരാശപ്പെടാതെ അങ്ങേ പുത്രന്റെ കുരിശിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ട വരം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. 5-ാം ദിവ്യരഹസ്യം നമ്മൾ സമർപ്പിക്കുമ്പോൾ നമുക്ക് നമ്മളായിരിക്കുന്ന ഈ അയർലൻഡ് രാജ്യത്തെ പൂർണ്ണമായ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ കാൽപാദം പതിഞ്ഞ മണ്ണാണിത്. സെന്റ് പാട്രിക്കിന്റെ നാടാണിത്. എല്ലാ ഇഴജന്തുക്കളെയും ഈ അയർലൻഡിൽ നിന്ന് ഒടുവിച്ച ആ സെന്റ് പാട്രിക്കിന്റെ വിശ്വാസത്തോട് നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഭരണാധികാരികളെ നമുക്ക് സമർപ്പിക്കാം. മൈക്കിൾ മാർട്ടിനെ, നമ്മുടെ ടീഷോക്കായ മൈക്കിൾ മാർട്ടിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൽ നിറയുന്നതിനായിട്ടും ജനങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നതിനുള്ള കൃപ ആ മകന് ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങള്, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളെ ഒക്കെ സമർപ്പിക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ സ്വന്തമായ, നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എല്ലാ വേദനകളും ദുഃഖങ്ങളും നമ്മുടെ നിയോഗങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ റിക്വസ്റ്റുകളും ഈ നിമിഷം പരിശുദ്ധ അമ്മ വഴിയായിട്ട് നമുക്ക് തിരുക്കുമാരന്റെ കൈകളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടിയിട്ട് അമ്മയോട് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഹലോ ഷീജ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ,
തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. അതിലെ അതിലെ പോലെ പോലെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. സഹായം പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജ്ഞിയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നാഥ പിതാവിന്റെ പുത്ര അങ്ങേ രൂപി ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സകല ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക ദുരന്തം യുദ്ധമാകിയാൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. സകല ജനപദങ്ങളുടെയും ആദ്യമായ മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗൗരിയേലേ, വിശുദ്ധ പായലേ, സ്ലേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, മാർ യോഹനാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപത്തെ ഞങ്ങളുടെ സ്തുതികളോട് ഒന്നായിട്ട് ചേർത്ത് കാഴ്ചവെക്കുവാൻ മാതാവിന്റെ തൃപാദത്തെങ്കിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ ജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവവര പ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃഷ്ണാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വേഗമതിയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബുദ്ധിക്ക് യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭിയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തിയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത് വിജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിരഹസ്യം നിറഞ്ഞ പലനീർക്കുസുമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ,
ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനിയുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അലഹമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. യോദ്ധാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അപേക്ഷിക്കണം. അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് അപേക്ഷിക്കണം. വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കൃപകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല പുത്രന്റെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹൃദയായി രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കണമേ. കർമ്മസഭയുടെ സകലമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. പാവങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ താല്പര്യം ലോകത്തിന്റെ പാവങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വര പൂർണ്ണഭൂമിയായ മാതാവേ, ഇതാകെ തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകളും ഞങ്ങളെ ഈശ്വമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാൻ. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഈ കുടുംബത്തെ തിരുങ്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കും പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവ് ശംശിയായുടെ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നള്ളണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ, ഞങ്ങളുടെ ജീവന മാതിരി ശരണമേ സ്വസ്തി. ഹവായുടെ മുതൽ മക്കളാ അങ്ങേക്കൊക്കെ നിലവിളിക്കുന്ന കണ്ണനീന്റെ താഴ്വരെ അങ്ങേക്കൊക്കെ നെടുവേർപ്പെടുന്നു. ഭാഗ്യങ്ങളുടെ മതി പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യനുമായിരിക്കും സർവേശ്വര, ഭാഗവതിയായിരിക്കുന്ന പരിശുദ്ധമറിയത്തിന്റെ ആത്മാവ് ശരീരവും തീർച്ചയായിട്ടും അനുഗ്രഹത്താലെ അങ്ങേ ദൈവത്തിന് യോഗമായ ഭീടമായിരിക്കാൻ പൂർവ്വമായി അങ്ങ് നിയമിച്ചുവല്ലോ. ഈ ദീമാതാവിനെ നിന്ന് സന്തോഷിക്കുന്ന ഞങ്ങൾ അവിടെയുള്ള അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിലും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾ കൽപ്പിച്ചു തന്നല്ലണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, അവനോടുള്ള ജപം. കാക്കപ്പെട്ട മാറിയ പിതാവേ, ഞങ്ങളുടെ അനർത്ഥങ്ങളിൽ അങ്ങേ പക്കലോടി വന്ന് അങ്ങേ മാതൃസ്ഥതയെ ഞങ്ങളിപ്പോൾ മനുഷ്യനത്തോടുകൂടി യാചിക്കുന്നു. ദേവജനനിയായ അമലോത്ഭവനികയോട് അങ്ങേ ഒന്നുപിറ്റ ദിവസ്നേഹത്തെ കുറിച്ചും ഉണ്ണീശോയെ അങ്ങ് ആലിംഗനം ചെയ്ത അങ്ങ് പൈതൃകമായ സ്നേഹത്തെ കുറിച്ചും തന്റെ അവകാശമേൽ കൃപയോട് നോക്കണമെന്നും അങ്ങേ ശക്തിയാലും മഹത്വത്താലും ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെ സഹായിക്കണമെന്നും സമയം അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബത്തിലെ സംരക്ഷകനെ ഈശോമിശിഹായുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ ആദരിക്കണമേ. എത്രയും സ്നേഹമുള്ള പിതാവേ, അബദ്ധത്തിന്റെയും വിഷണത്തിന്റെയും കറകളൊക്കെയിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ഞങ്ങളുടെ എത്രയും വല്ലവനായ പാൽക്ക അന്ധകാരങ്ങളുടെ ശക്തികളോട് ഞങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ സ്വർഗത്തിൽ ഞങ്ങളെ കൃപയോടെ സഹായിക്കണമേ. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ ഒരിക്കലും ഉണ്ണീശോയെ മനങ്കടമായ അപ്പടത്തിന് രക്ഷിച്ചതുപോലെ ഇപ്പോൾ ദൈവത്തിന്റെ തിരുസഭയെ ശത്രുവിന്റെ കണിയിൽ നിന്നും എല്ലാ ആപത്തുകളിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ബലം പ്രാപിച്ച് പുണ്യജീവിതം കഴിപ്പാനും നല്ല മരണം ലഭിച്ച് സ്വർഗഭാഗത്തിൽ നിത്യഭാഗ്യം പ്രാപിപ്പാൻ തക്കവണ്ണം
അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങൾ എല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ. ആമേ. ആവേ മരിയ, ആവേ 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 പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞ് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരണം. എന്താണ് കുഞ്ഞെ പ്രാർത്ഥന? കുഞ്ഞുങ്ങൾ ദൈവത്തോട് പറയുന്നത് മാത്രമല്ല, ദൈവം എത്തിച്ചിരിക്കുന്നതും കൂടി ആണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന. എൻ്റെ കുഞ്ഞു വാത്സല്യ ഭാജനമേ, നിങ്ങൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നുണ്ടോ? ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ്. മരണത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തെ മറന്ന് നിത്യതയിലേക്ക് എങ്ങനെ പ്രവേശിക്കുവാൻ പറ്റും? അടുത്ത നിമിഷം പൂഴിയാകേണ്ട നിന്റെ ശരീരത്തിന് നീ എന്തെല്ലാം നേടുന്നു? മരണമില്ലാത്ത നിന്റെ ആത്മാവിന് വേണ്ടി നീ എന്തു നേടി? പുത്രൻ ദാനമായി നൽകുന്ന ജീവനെ, ജീവിക്കുന്ന ആത്മാവിനെ നിങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങൾ സ്വീകരിക്കാത്തതും എന്തേ? കുഞ്ഞെ, നീ ഉറക്കെ വിളിച്ചു പറയണം. ഞാൻ പറഞ്ഞതെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയണം. എന്നെ സ്വീകരിക്കാൻ, പുത്രനെ സ്വീകരിക്കാൻ. കുഞ്ഞെ, നീ അനുഗ്രഹിക്കപ്പെടും. നിനക്ക് ഞാൻ എന്റെ സമാധാനം നൽകും. എന്റെ ഓമൽ കുഞ്ഞെ, എല്ലാ കുഞ്ഞുങ്ങളും ഹൃദയത്തിൽ, എന്റെ ഹൃദയത്തിൽ ഒരിടം നൽകുവാൻ കുഞ്ഞ് പ്രാർത്ഥിക്കണം. എന്റെ എല്ലാ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിന് കാത്തിരിക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. എന്റെ എളിയ കുഞ്ഞെ, സ്വർഗത്തെക്കുറിച്ച് അറിയാൻ നീ ഒരുങ്ങിയിരിക്കുക. കുഞ്ഞെ, നിന്റെ ഹൃദയത്തിൽ നിന്നും ഒരു തരത്തിലും മ്ലാനമായ ഭാവങ്ങൾ ഉണ്ടാകരുത്. കുഞ്ഞെ, പുച്ഛഭാവം ഒന്നിനും പരിഹാരമല്ല. ഉള്ളിലെ പരിഹാസം മുഖത്ത് പ്രതിധ്വനിക്കുന്നു. കുഞ്ഞെ, പരിഹസിക്കുന്നവൻ ദൈവത്തെയാണ് വേദനിപ്പിക്കുന്നത്. കാരണം ദൈവത്തിന്റെ മക്കളെയാണ് ഓരോ മനുഷ്യരും പരസ്പരം പരിഹസിക്കുന്നത്. നിനക്ക് എന്തുണ്ട്? നീ പരിപൂർണതയിലാണോ? നിന്റെ നിസ്സാരതയിൽ നീ എന്തിന് നിന്നേക്കാൾ വലിയവനായ കുഞ്ഞുങ്ങളെ പരിഹസിക്കണം? പരിഹാസം ഞാൻ ദൈവത്തേക്കാൾ വലിയവനാണ് എന്ന ഭാവം വിളിച്ചു പറയുകയാണ്. കുഞ്ഞെ, ലോകത്തിൽ ആരെങ്കിലും ദൈവത്തേക്കാൾ വലിയവനുണ്ടോ? പിന്നെ നിസ്സാരമായ എന്റെ കുഞ്ഞുങ്ങൾ പരസ്പരം പരിഹസിക്കുന്നത് എന്തിന്? പരിഹാസം അവനിൽ തന്നെയുള്ള അറിവില്ലായ്മയാണ്. താൻ പൂർണ്ണനാണ് എന്ന മിഥ്യാധാരണ അവനിലുണ്ട്. അറിവുള്ളവൻ എപ്പോഴും എളിമയുള്ളവനായിരിക്കും. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനായിരിക്കും. കുഞ്ഞെ, തന്നെക്കാൾ എളിയവനായാലും പരിഹാസമരുത്. അങ്ങനെയെങ്കിൽ നീ വെറും ശൂന്യമല്ലേ. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം ഏതെങ്കിലും അവസരത്തിൽ
കുഞ്ഞിന് ലോകത്തിനോട് പറയേണ്ടി വരും. ആ അവസരം ഒരുക്കുന്നതും ഞാൻ തന്നെയാണ്. അതിനുള്ള അവസരത്തിനായി കുഞ്ഞ് നടന്നു നീങ്ങുകയാണ്. കുഞ്ഞെ, ഇതൊന്നും നിന്റെ അല്ല, ഒന്നും നിന്റേതല്ലാതായിരിക്കെ നീ എന്തിനു അഹങ്കരിക്കണം? എന്റെ പ്രിയ കുഞ്ഞെ, എല്ലായ്പ്പോഴും എന്നെ ശ്രവിക്കുക. ഞാൻ നിന്നോടൊപ്പമുണ്ട്. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ സന്ദേശം 2. ആവേ 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 രണ്ടാം സന്ദേശം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞെ, ഞാൻ നിനക്കായി എന്റെ ഹൃദയവാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഏറ്റവും നിർമ്മലമായ ഹൃദയത്തോടെ പ്രവേശിക്കുക. എന്റെ കുഞ്ഞെ, എന്റെ പുത്രനെ വേദനിപ്പിക്കരുത്. കുഞ്ഞെ, നീ തളരരുത്, കരയരുത്. എന്റെ പ്രിയ കുഞ്ഞെ, ഞാൻ നിന്റെ അരികത്തില്ലേ? നീ അറിയുന്നില്ലേ? കുഞ്ഞെ, വേദനിക്കരുത്. ഏത് പ്രതിസന്ധിയിലും നിന്റെ അമ്മ കൂടെയുണ്ട്. എന്റെ മാറിലെ ചൂട് കൊണ്ട് നീ ഉറങ്ങണം. ശാന്തമാകും. എന്റെ കാപ്പായിൽ നിന്നെ പുതിയ നന്നായി പ്രാർത്ഥിക്കുക കുഞ്ഞെ. കുഞ്ഞെ, മരിയൻ സൈന്യത്തിലെ ധീര പോരാളിയാണ് നീ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആവേ 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 മരിയ, ആവേ മൂന്നാം സന്ദേശം. നിന്റെ എളിമ മൂലം മറ്റുള്ളവർ മാനസാന്തരപ്പെടട്ടെ. എന്റെ ഹൃദയത്തിൽ അവരെ ഒളിപ്പിക്കുവാൻ നീ പ്രാർത്ഥിക്കുക. എന്റെ പ്രിയ കുഞ്ഞെ, പെട്ടെന്ന് എന്റെ ഹൃദയം ദുഃഖത്തിലാകുന്നു. എന്റെ കുഞ്ഞു മക്കൾ പാപാവസ്ഥയിലായിരിക്കുന്നു. എന്റെ മക്കൾ പിന്തിരിയാൻ നീ പറയുക. എന്റെ ഓമൽ കുഞ്ഞെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓർത്ത് നീ ഭയപ്പെടരുത്. പ്രാർത്ഥിക്കുക. കരുണയ്ക്കായി പ്രാർത്ഥിക്കുക. ശുദ്ധിക്കായി പ്രാർത്ഥിക്കുക. എന്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ഹൃദയവേദന ഞാൻ അറിയുന്നു. എന്റെ പാപഭാരം എന്റെ ഹൃദയം ഈ ഭൂമിയിൽ ആവശ്യം നടക്കാത്തതിന്റെയാണ്. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഈശോയെ ഈ നിമിഷം ദൈവമേ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ സന്ദേശങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈശോയെ ഹല്ലേലൂയ, മഹത്വം ഈശോയെ. ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ദൈവം ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയെ ആ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ഈശോയെ ആ തിരുമുറികൾക്കുള്ളിൽ ഞങ്ങൾ മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഹല്ലേലൂയ, മഹത്വം ഈശോയെ, മഹത്വം. ഈശോയെ അങ്ങേക്ക് മാത്രമാണ് ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, മഹത്വം ഈശോയെ, മഹത്വം, മഹത്വം ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണം ഈശോയെ. അവിടുത്തെ ഓരോരുത്തർക്കും ഓരോ മക്കൾക്കും നൽകി ഈശോയെ. അവിടുത്തെ അഗ്നി കൊണ്ടുള്ള കോട്ട വെച്ച് അവിടുത്തെ ചെറുകളുടെ ജീവിതം ഞങ്ങൾ ഓരോരുത്തരെ മറച്ചു പോകുന്നു ഈശോയെ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം ഈശോയെ, മഹത്വം, മഹത്വം ഈശോയെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം ഈശോയെ, മഹത്വം ഈശോയെ, മഹത്വം ഈശോയെ, നന്ദി.
ഈശോയെ ആരാധന. ഹല്ലേലൂയ. സങ്കീർത്തനം 27 പറയുന്നു, കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എന്റെ ജീവിതത്തിലെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. ഈശോയെ എന്റെ കർത്താവ്, എന്റെ ഈശോയെ, അവിടെ നിന്നാണ് എന്റെ പ്രകാശം, അവിടെ നിന്നാണ് എന്റെ രക്ഷ, അവിടെ നിന്നാണ് എന്റെ സർവസ്വം. ഈശോയെ ഞാനല്ല ഈശോയെ, എന്നിൽ നീയാണ് ഈശോയെ വസിക്കുന്നത്. ഈശോയെ അവിടുന്ന് അവിടുത്തെ ചെറുതിന്റെ കീഴിൽ ഞങ്ങൾ ഓരോരുത്തരെ മറിച്ചു കൊള്ളണം. ഈശോയെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ ഈശോയെ ഭൂമിയിൽ ദൈവമൊന്നും ഞങ്ങളെ സ്നേഹിക്കുന്നില്ല. ഈശോയെ അവിടുത്തെ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങൾ മുട്ടുമടക്കുകയാണ്. ഈശോയെ എല്ലാം അവിടുത്തെ ദാനമാണ്. ഈശോയെ ആ ദാനത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ. മഹത്വം മഹത്വം മഹത്വം. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധ അമ്മയുടെ സന്ദേശം ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് മിന്ദുവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം പങ്കുവെക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം മിന്ദുവിലേക്ക് കടന്നു വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പരിശുദ്ധാത്മാവെ മിന്ദുവിന്റെ മേൽ അഭിഷേകത്താൽ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശ്വരി ആരാധന 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 ആരാധന. ഈശോയെ മഹത്വം 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 മഹത്വം. ഈശോയെ മഹത്വം മഹത്വം. മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ള കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഈശോയെ ആരാധന. ഈശോയെ മഹത്വം, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ സന്ദേശം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. എളിമ എന്ന പുണ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരെയും പരിഹസിക്കാതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവരെയും നമ്മളെക്കാൾ വലിയവരായി കണ്ട്, നമ്മളെക്കാൾ കഴിവുള്ളവരായിട്ട് കണ്ട് അംഗീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഈശോയെ വേദനിപ്പിക്കാതെ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ച് ആ നെഞ്ചിലെ ചൂടേറ്റ് നമുക്ക് മുന്നോട്ട് പോകാം. എളിമയിലൂടെ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവരും മാനസാന്തരപ്പെടട്ടെ. അങ്ങനെ നമുക്ക് ഈശോയുടെ കരുണയുടെ സന്ദേശവാഹകരാകാം. ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന ആരാധന. എൻ്റെ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അവിടുന്ന് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നുണ്ട്. ഈശോയെ അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസം അവിടുത്തെ മക്കളായി ഞങ്ങളെ തിരഞ്ഞെടുത്ത് ഇന്നേ ദിവസം ഈ കൂട്ടായ്മയിൽ ഒന്നിച്ച് ചേർത്തതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഈശോയെ അങ്ങേ മക്കളായി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടത്തേക്ക് തരാനുള്ള സന്ദേശം ഈശോയെ അവിടുന്ന് ഈ നിമിഷം എൻ്റെ അതരങ്ങളിലൂടെ തരണമേ. എൻ്റെ ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ ഓരോരുത്തരെയും പൂർണ്ണമായിട്ടും ഈശോയെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മനസ്സും ഹൃദയവും അവിടുത്തെ വചനത്തിനായിട്ട് ഒരുക്കണമേ. എൻ്റെ ഈശോയെ അവിടുത്തെ വചനം സ്വീകരിക്കാനായിട്ട് ഒരുക്കണമേ. എൻ്റെ ഈശോയെ നമുക്കൊന്ന് ചേർന്ന് സങ്കീർത്തനങ്ങൾ 23-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. ശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയെ ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ വസിക്കും. എന്റെ ഈശോയെ, ഞങ്ങളുടെ ഇടയനായിട്ട് അവിടുന്ന് കൂടിയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് പച്ചയായ മേച്ചൽ പുറങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ട് ഞങ്ങളുടെ കൈ പിടിച്ച് നടക്കുന്ന നല്ല തമ്പുരാനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഈ നിമിഷം ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് സ്തുതിച്ചങ്ങയെ ആരാധിക്കുന്നു. ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തോടെ, അവിടുത്തെ മക്കളുടെ സ്ഥാനത്തേക്ക് ഞങ്ങളെ ഉയർത്തി എന്നുള്ള ബോധ്യത്തോടെ ഞങ്ങൾ ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന 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 ആരാധന. മഹത്വം 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 മഹത്വം.
ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 എന്റെ ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ ആയിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ആരാധന, ആരാധന, ആരാധന. പലപ്പോഴും പിശാച് നമ്മളെ കുടുക്കിയിടുന്ന ഒരു മേഖലയെ കുറിച്ച് സംസാരിക്കാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് ബോധ്യം തരുന്നത്. അത് ഞാൻ പാപിയാണ്, എനിക്കിനി ദൈവത്തെ സമീപിക്കാൻ യോഗ്യതയില്ല എന്നുള്ളൊരു ചിന്തയാണ്. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആരോടെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളൊരു വീട്ടിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രകോപിതരാവുകയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമ്മൾ വഴക്കിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, ഇനിയിപ്പൊ പ്രാർത്ഥിച്ചിട്ട് എന്തിനാ എന്നൊരു ചിന്ത വരും. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ പിശാച് വേറൊരു സൂത്രം കൂടി ചെയ്യും. അതെന്താന്ന് വെച്ചാൽ, ആ വഴക്കിടുന്നത് ആരോടാണോ അവരെ കൊണ്ട് പറയിപ്പിക്കും, വലിയ പ്രാർത്ഥനയൊക്കെയാ എന്നിട്ടൊന്ന് ക്ഷമിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന്. അപ്പൊ അതോടെ നമ്മളുടെ ചിന്ത മുഴുവൻ, ദൈവമേ ഞാൻ ഇനിയിപ്പോ പ്രാർത്ഥിക്കേണ്ട കാര്യം, ഇനിയിപ്പോ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല, ഇനിയിപ്പം എന്ത് ചെയ്യാനാ, അങ്ങനെ ചെയ്തു പോയി, അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ അഭിഷേകമൊക്കെ കുറഞ്ഞു പോയി, ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ ഒന്ന് ചിന്ത വരും. ശരിക്കും പറഞ്ഞാൽ ആ ചിന്ത വന്നു കഴിയുമ്പോൾ പിന്നെ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ മടി വരും. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യ മാതാപിതാക്കള് പാപം ചെയ്തിട്ട് ഏതെല്ല് ഒളിച്ചിരുന്നത് പോലെ നമ്മൾ ദൈവത്തിൽ നിന്നകന്ന് പയ്യെ ഒളിച്ചു നടക്കാൻ തുടങ്ങും. എന്നാല് നമ്മുടെ പാപിയാണോ? ഇതാണോ യഥാർത്ഥ പാപബോധം? നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ കാണുന്നു: തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ ബലിയർപ്പിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ആരുടെ പാപങ്ങൾക്ക് വേണ്ടി? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് തന്നെ തന്നെ ബലിയർപ്പിച്ചു. ആരുടെ അഭീഷ്ടപ്രകാരമാണ്? പിതാവായ ദൈവത്തിന്റെ അഭീഷ്ടപ്രകാരം. അപ്പൊ നമ്മൾ ഇനി പാപിയാണോ? നമുക്ക് എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തില് ഒന്ന് നോക്കാം. എഫേസ്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, 4-ാം വാക്യത്തില്: തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മുടെ ദൈവപിതാവ് നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നിഷ്കളങ്കരായിരിക്കാന്, ദൈവപിതാവിനോടുള്ള സ്നേഹത്തിൽ പരിശുദ്ധരായിരിക്കാന് ആഗ്രഹിച്ചു. എന്നാൽ ആദ്യ മാതാപിതാക്കള് ആ പരിശുദ്ധമായ സ്നേഹം നഷ്ടപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പിതാവായ ദൈവത്തിന്റെ സ്നേഹം മനസ്സിലാക്കാതെ ദൈവപിതാവ് അവർക്കായിട്ട് എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, ചുറ്റും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് കാണാതെ ഒരു നിമിഷത്തെ പ്രലോഭനത്തില് അകപ്പെട്ട് പാപം ചെയ്തു പോകുന്നു. അങ്ങനെ പാപം ചെയ്തു പോയപ്പോൾ ദൈവപിതാവിന് അവരോട് വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നുകയല്ല ചെയ്തത്. അവർക്കായിട്ട്, അവരെ വീണ്ടും ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്താനായിട്ട് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്ന തമ്പുരാൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യത്തില് നമ്മൾ കാണുന്നു, യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ് തന്റെ കൃപയുടെ മഹത്വത്തിന് പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അതായത് നമ്മളൊരു കുറ്റം ചെയ്ത് ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെടുത്തി. പക്ഷെ നമ്മുടെ സ്നേഹപിതാവിന് നമ്മളെ പുത്രസ്ഥാനത്തേക്ക് ഉയർത്തണം. അതിനു വേണ്ടിയിട്ട് അപ്പൻ അവിടുത്തെ ഏക പുത്രനെ നമുക്ക് വേണ്ടി ബലിയായി നൽകി.
നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നമ്മുടെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ചുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഒരു പാപം ചെയ്തു, നമ്മളൊരു കുറ്റം ചെയ്ത് നമ്മളെ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ ശിക്ഷയ്ക്ക് വിധിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന നേരത്താണ് അപ്പൻ വന്നിട്ട് പറയുകയാണ്, അവന് വേണ്ടിയിട്ട്, അവൻ കുഞ്ഞാണ്, അവന് പാപത്തെക്കുറിച്ച് അറിയില്ല, അവൻ കുഞ്ഞിതാണ്, അവന് വേണ്ടിയിട്ട് എൻ്റെ മൂത്തപുത്രൻ എല്ലാ പാപവും ഏറ്റെടുത്ത് ശിക്ഷ അനുഭവിച്ചോളും, അവനെ വെറുതെ വിടണേ എന്ന് പറയുന്നു. അപ്പോൾ ആ ശിക്ഷ മുഴുവൻ മൂത്തപുത്രൻ ഏറ്റെടുക്കുന്നു. നമ്മൾ വീണ്ടും നമ്മൾ ആരായിത്തീരുന്നു അവിടെ? നമ്മൾ പിതാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിത്തീരുന്നു, പിതാവിന്റെ അരുമ സന്താനമായി തീരുന്നു. അതുകൊണ്ടാണല്ലോ മൂത്തപുത്രനെ ബലി കൊടുത്തിട്ട് നമ്മളെ ദത്തെടുക്കുന്നത്. അത്രയ്ക്കധികം സ്നേഹം നമ്മളോടുള്ളതുകൊണ്ട്. അപ്പൊ അത്രയും സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആരായിരുന്നാലും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മുടെ പാപാവസ്ഥകളെയൊക്കെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കുക. കാരണം നമ്മുടെ പാപങ്ങള് തമ്പുരാൻ അറിയാം. നമ്മൾ പാപിയാണ്, ബലഹീനതയുണ്ട് നമുക്കെന്നുള്ളത് തമ്പുരാൻ അറിയാം. അതുകൊണ്ട് നമ്മളൊരു ബലഹീനതയിലാകുമ്പോൾ ദൈവപിതാവ് നമുക്ക് വേണ്ടിയിട്ട് ഏകപുത്രനെ ബലിയായി നൽകിയിട്ടുണ്ടെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരണം. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ക്രിസ്തുവിന്റെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് പാപപരിഹാര ബലിയെ കുറിച്ച്. അതായത് നമ്മളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അവിടെ കാളക്കുട്ടിയെയോ ആട്ടിൻകുട്ടിയെയോ കൊന്ന് അതിന്റെ രക്തം കൊണ്ട് പാപപരിഹാര ബലി നടത്തുന്നു. എന്നാൽ എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഈശോയെ ബലിയായി നൽകി ഈശോയുടെ തിരുരക്തം കൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്നു. ആ രക്തം വഴി നമുക്ക് രക്ഷ തരുന്നു. ഏശയ്യായുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നു 53-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ പാപങ്ങള് കാൽവരി കുരിശില് അവിടുന്ന് ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാപങ്ങളും രോഗങ്ങളും എല്ലാം ഏറ്റെടുത്ത ദിവ്യ കുരിശ്, ആ കുരിശിലെയാണ് ദൈവപിതാവ് നമ്മളെ നോക്കുമ്പോൾ കാണുന്നത്. ആ കുരിശിലെ ആ ആണിപ്പഴുതുള്ള കൈകളിലൂടെയാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവപിതാവ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ഇനി മേല് പാപികളല്ല. എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് 5-ാം വാക്യത്തില്, ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ക്രിസ്തുവിനോട് കൂടി നമ്മെ ജീവിക്കപ്പെട്ടു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താല് ക്രിസ്തുവിനോട് കൂടി നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നമ്മള് പാപം മൂലം മരണപ്പെട്ടവരാണെങ്കിലും എത്ര പാപിയാണെങ്കിലും ക്രിസ്തുവിന്റെ സ്നേഹത്തെ, ദൈവപിതാവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ഈശോയുടെ കുരിശിലേക്ക് നോക്കുമ്പോൾ, ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് നമ്മുടെ ബലഹീനതകളെ സമർപ്പിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുകയാണ്. നമ്മളവിടെ ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ്. 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, യേശു ക്രിസ്തുവിനോട് കൂടി അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടി ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. അതായത് നമ്മള് ദൈവപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു. അതായത് സ്വർഗത്തിലെ പുത്രന്റെ സ്ഥാനത്തേക്ക്, പുത്രന്റെ അതേ ദത്തപുത്രൻ എന്നല്ല, പുത്രന്റെ അതേ അവകാശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മള് ദൈവപുത്രരായി കഴിഞ്ഞു. എന്നാല് ഇത് കിട്ടുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? നമ്മള് വിശ്വസിക്കണം. ദൈവപിതാവിന്റെ സ്നേഹം മൂലം ദൈവപിതാവ് നമ്മുടെ തന്റെ ഏകജാതത്തെ ബലിയായി നൽകി. ആ ബലിയിലൂടെ നമ്മളെ രക്ഷിച്ചു. ആ ബലി അത് നമ്മുടെ പ്രവർത്തികളുടെ ബലമല്ല, ദൈവപിതാവിന്റെ കരുണയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് ആ കുരിശിൽ അഭയം തേടുമ്പോഴാണ് നമ്മൾ മക്കളാവുന്നത്. ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത്.
പക്ഷെ നമ്മൾ പാപികളല്ലെങ്കിൽ നമ്മൾ ബലഹീനരാണ് എന്നുള്ളതിന് എഫെസ്യർക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന്റെ മക്കളായി തീർന്നു. അതായത് ബേസിക്കലി നമുക്കൊരു സ്വഭാവമുണ്ട്. ബേസിക്കലി നമുക്കൊരു തിന്മയിലേക്ക് ചായുന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് ദൈവപിതാവ് വെള്ളപ്പൊക്കത്തിലൂടെ തിന്മയിലാണ്ട് ഒരു ജനത്തെ നശിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. നോഹയോട് മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അവിടെ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറയുമ്പോൾ അത് പുതിയ നിയമത്തിലെ കുരിശുമരണത്തിന്റെ ഒരു സൂചനയാണ്. കുരിശുമരത്തിന്റെ ഒരു നിഴലാണ് അവിടെ നമ്മൾ കാണുന്നത്. അവിടെയും നോഹയുടെ ബലിയർപ്പണ സമയത്ത്, വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ബലിയർപ്പിക്കുന്ന സമയത്ത് ദൈവപിതാവ് പറയുന്നുണ്ട്, ഇനി മേലും ഞാൻ ജനത്തിന്റെ ദുഷ്ടത കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയില്ല എന്ന്. അവിടെ പറയുന്നു, ഉൽപ്പത്തി 8-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണെന്ന്. അപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് നമുക്കൊരു ബലഹീനത ഉണ്ടെന്നുള്ളത് ദൈവപിതാവിനറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഇങ്ങനെയുള്ള ബലഹീനതകൾ വരുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ടും ദൈവപിതാവിന് വിട്ടുകൊടുക്കുക. നമ്മുടെ ബലഹീനതകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. നമ്മളുടെ ബലഹീനതകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അവിടെ ദൈവപിതാവിന് പ്രവർത്തിക്കാൻ കഴിയും. അവിടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രവർത്തിക്കാൻ കഴിയുക. നമ്മൾ എല്ലാവരും ബലഹീനരാണ്. നമുക്ക് പാപാവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ അവിടെ ഞാൻ പാപിയാണെന്നുള്ള ചിന്തയിൽ ക്രൂശിക്കപ്പെട്ട ആ പാപിയാണെന്നുള്ള ചിന്തയിൽ അവിടെ പ്രാർത്ഥനയിൽ നിന്നോ ദൈവത്തിൽ നിന്നോ അകന്നു പോവുകയല്ല വേണ്ടത്. മറിച്ച് ധൂർത്തപുത്രൻ ഓടിച്ചെന്നതുപോലെ എന്റെ അപ്പായെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ബലഹീനനാണ് എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലണം. അങ്ങനെ ഓടിച്ചെല്ലാനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കുമ്പസാരക്കൂട്. നമ്മുടെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ ഏറ്റുപറയുന്നത് ഒരിക്കലും നമുക്ക് പിതാവായ ദൈവത്തിന് അറിയത്തില്ലാത്ത ഒരു കാര്യമേ അല്ല. നമ്മൾ ഒരു പാപ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള എന്തെങ്കിലും മാന്ത്രിക മുറിവുകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും അപമാനിക്കുന്ന നേരത്തായിരിക്കാം, പെട്ടെന്ന് നമ്മളെ പ്രവോക്ക് ചെയ്യുമ്പോഴായിരിക്കാം എന്നൊക്കെ തമ്പുരാന് കാണുന്നുണ്ട്. നമ്മളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ആ കാണുന്ന തമ്പുരാന് നമ്മളുടെ കയ്യിൽ പിടിച്ച് നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും, നമ്മളെ ക്ഷമിക്കാൻ പറ്റും തമ്പുരാന്. കാരണം നമ്മുടെ ഒരു ബലഹീനത കൊണ്ടാണ് നമ്മളത് ചെയ്തു പോകുന്നത്. അപ്പൊ നമ്മുടെ ബലഹീനതകളെ പൂർണ്ണമായിട്ടും തമ്പുരാന് വിട്ടുകൊടുക്കുക. കുമ്പസാരക്കൂട്ടിൽ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഏറ്റു പറയുമ്പോൾ നമ്മൾ തമ്പുരാൻ അറിയാത്ത ഒരു കാര്യം ഏറ്റു പറയുന്ന പോലെ, നമ്മൾ ദൈവം കാണാത്ത ഒരു കാര്യം ഏറ്റു പറയുന്ന പോലെയാണ് നമ്മൾ പോയി പറയുന്നത്. അതും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഇന്നയാൾ ഇന്നത് ചെയ്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏറ്റു പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. പൂർണ്ണമായിട്ടുള്ളൊരു മാനസാന്തരമാണ് നമുക്ക് വേണ്ടത്. ദൈവപിതാവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ, അപ്പനോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അപ്പനെ വിഷമിപ്പിക്കാൻ നമുക്ക് തോന്നത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിനെ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല. അപ്പൊ അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് ദൈവപിതാവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് വേണം നമ്മുടെ മാനസാന്തരവും പശ്ചാത്താപവും വരാൻ. അങ്ങനെയുള്ളൊരു മാനസാന്തരം, അങ്ങനെയുള്ളൊരു പശ്ചാത്താപവും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബലഹീനതകൾ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവപിതാവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മളൊരു പാപാവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ അപ്പനെ ഇത് വേദനിപ്പിക്കുമല്ലോ, എന്റെ ദൈവപിതാവിനെ ഇത് വേദനിപ്പിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് തിരിച്ചു വരാനായിട്ട് നമുക്ക് ഒരു ഈശോ, ഇനി ഞാനിത് ചെയ്യത്തില്ല, എന്റെ ഈശോ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് വേഗം ആ കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ നമുക്കത് തിരിച്ചറിയാനായിട്ട് പറ്റും. നമ്മൾ പാപാവസ്ഥയിലേക്ക് കടന്നു പോകത്തില്ല. അപ്പൊ നമ്മുടെ ബലഹീനതയെ പൂർണ്ണമായിട്ടും ദൈവപിതാവിന് വിട്ടുകൊടുക്കുക. അങ്ങനെ വേണം മുന്നോട്ട് പോവാനായിട്ട്. നമ്മുടെ ഹെബ്രായർക്കുള്ള ലേഖനത്തില് നമ്മൾ കാണുന്നുണ്ട് 4-ാം അധ്യായം 15-ാം വാക്യത്തില്, നമ്മുടെ ബലഹീനതകളെ നമ്മോട് സഹകരിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണത്. അതായത് പുത്രനായ ഈശോ ഒരു പാപം പോലും ചെയ്തിട്ടില്ലെങ്കിൽ പോലും എല്ലാ പാപങ്ങൾക്കുള്ള ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തവനാണ്. പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ പൂർണ്ണമായിട്ടും തമ്പുരാൻ അറിയാം. അപ്പോൾ ഒരു കുമ്പസാര കൂട്ടില് നമുക്ക് നമ്മുടെ ബലഹീനതകളെ ഏറ്റു പറയാൻ സാധിക്കണം. അത് ചുമ്മാതെ കാണാതെ പഠിച്ചു പറയുക. എനിക്ക് ഒരു വ്യക്തിനെ എനിക്കറിയാം. ഞാൻ ഒരു വ്യക്തിയോട് ഒരിക്കൽ സംസാരിക്കാൻ ഇടയായപ്പോൾ ആ വ്യക്തി പറയാണ്, 3-ാം ക്ലാസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ ഏറ്റു പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കുമ്പസാരക്കൂട്ടിൽ പറയുന്നതെന്ന്. അങ്ങനെ ഒരു കുമ്പസാരം നടത്തുന്നത് കൊണ്ട് ആർക്കാണ് അവിടെ നേട്ടം ഉണ്ടാവുന്നത്? അവിടെ തെറ്റ് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പാപബോധത്തിൽ നിന്ന്, ആ മുറിവിൽ നിന്നോ ഒന്നും അല്ല നമ്മള് അവിടെ
ക്ഷമ ചോദിക്കുന്നത്, അവിടെ നമ്മൾ ക്ഷമ ചോദിക്കുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അപ്പൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഈശോയെ നമ്മുടെ അപ്പനായിട്ട്, ദൈവപിതാവിനെ നമ്മുടെ അപ്പനായിട്ട് സ്വീകരിക്കുക. നമ്മുടെ അപ്പനെ വിഷമിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. അപ്പൊ അപ്പന്റെ സ്നേഹത്തിന് കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് സ്നേഹത്തിന് കുറവ് വരുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ ഇഷ്ടമുള്ള വ്യക്തിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് വേണം, ദൈവപിതാവ് എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് ദൈവപിതാവിനെ അതേപോലെ സ്നേഹിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് വേണം. എന്റെ അപ്പന് ഞാനൊരു തെറ്റ് ചെയ്താൽ ഒരുപാട് സങ്കടം വരും, ഒരുപാട് വിഷമം വരും. എന്നെ ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ് എന്റെ അപ്പൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. ആ തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്നതാണ് പാപബോധം. ആ തിരിച്ചറിവിൽ നിന്നാണ് പാപബോധം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പാപം ചെയ്യത്തില്ല. ദൈവപിതാവിനുള്ള സ്നേഹത്തിൽ ആഴപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ പറ്റത്തില്ല. പാപം ചെയ്യാൻ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്നേഹം നമ്മളെ തിരിച്ചു വിളിക്കും. അപ്പനോടുള്ള സ്നേഹം നമ്മളെ തിരിച്ചു പിടിക്കും. അതാണ് ദൈവപിതാവിനുള്ള സ്നേഹം, അതാണ് യഥാർത്ഥ പാപബോധം. അപ്പോൾ ആ പാപബോധം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ പാപിയാണെന്ന് നമ്മളെ കെട്ടിയിടുന്ന ഒരു പാപബോധം അല്ല അത്. ആ പാപബോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്നേഹപിതാവിനോട് ചേർത്ത് നിർത്തുന്ന ഒരു പാപബോധമാണ്. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞിട്ട് ദൈവപിതാവിൽ നിന്ന് അകന്നു പോകുന്ന ആ ഒരു ചിന്തയല്ല നമ്മൾക്ക് വേണ്ടത്. കാരണം നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തവനാണ് യേശുക്രിസ്തു. നമ്മൾ പാപിയാണെന്ന് ചിന്തിക്കുന്ന നിമിഷം, ഞാൻ ബലഹീനയാണെന്ന് ചിന്തിക്കുന്ന നിമിഷം ഓർക്കുക, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്റെ ഈശോ കുരിശിൽ മരിച്ചത്. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്റെ ഈശോ പീഡകളേറ്റത്. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്റെ ഈശോയെ കീറി മുറിച്ചത്. അതുകൊണ്ട് ദൈവപിതാവിന്റെ സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടണം. അങ്ങനെ നമ്മൾ നമ്മുടെ ബലഹീനതകൾ ദൈവപിതാവിന് സമർപ്പിക്കുമ്പോൾ ദൈവപിതാവ് നമ്മളോട് പറയും, നിനക്ക് എന്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ കൃപ ശക്തിപ്പെടുന്നത്, ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമാകുന്നത്, എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്ന് ദൈവപിതാവ് നമ്മളോട് പറയും. അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മളെ വിട്ടുകൊടുക്കുക ദൈവപിതാവിന്. ദൈവപിതാവുമായിട്ടുള്ള സ്നേഹത്തിൽ കൂടുതൽ ആഴപ്പെടുക. ആ ആഴപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. നമ്മുടെ ബലഹീനതകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ തിരിച്ചറിവ് നമുക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ട്, മുന്നോട്ടേക്ക് നന്നായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് പ്രദാനം ചെയ്യും. അങ്ങനെ ദൈവപിതാവിന്റെ സ്നേഹത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇതിലൂടെ ഈശോയെ ഞങ്ങൾ പാപിയല്ല എന്നും ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശോ അവിടുന്ന് കുരിശിൽ മരിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്തെന്നും ഈശോയെ ഞങ്ങള് ഈശോയിലൂടെ ജീവിക്കുന്നുവെന്നും വചനത്തിലൂടെ പങ്കുവെച്ചുവെന്നും ഈശോയെ അവിടുത്തെ കൃപ മതി ഈശോയെ ഞങ്ങൾക്ക്. ഈശോയെ ആ കൃപയാൽ ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത്, അവിടുത്തെ കരുണയാലെ ഞങ്ങൾ നിറയ്ക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഇനിയും ദിവസം ഞങ്ങളിലൂടെ പങ്കുവെച്ചുവെന്ന വചനത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഈശോയെ മഹത്വം. ഈശോയെ അവിടുത്തെ കരുണയാലെ ഞങ്ങളെ നിറച്ചതിനെ ഓർത്ത്, ദൈവമേ കൂട്ടായ്മയിലൂടെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഈ കൂട്ടായ്മയിൽ ഇന്ന് ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോയപ്പോഴും ഈശോയെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ച്, ദൈവമേ ഈശോയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഈ മണിക്കൂറുകളെല്ലാം കടന്നു പോയപ്പോൾ എന്റെ ഈശോയെ അവിടുത്തെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ച് കടന്നു പോകുന്നപ്പോഴേക്കും ഉണ്ടായ ആ വലിയ സന്തോഷത്തെ, ഈശോയുടെ വലിയ സ്നേഹത്തെ, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തോട് ഞങ്ങൾ ഓരോരുത്തരും ചേർത്ത് പിടിക്കുന്ന ആ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഈശോയെ മഹത്വം. ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന ഈശോയെ, ഞങ്ങൾ സ്നേഹത്താൽ ഹൃദയം കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ, എല്ലാവരെയും ഹൃദയം കൊണ്ട് സ്നേഹത്താൽ ചേർത്ത് പിടിക്കുന്ന ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ഹല്ലേലൂയ, മഹത്വം ഈശോയെ, മഹത്വം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ഈ നിമിഷം അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ, മഹത്വം, മഹത്വം, മഹത്വം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം ഈശോയെ. ഈ നിമിഷം സഭയുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് പറയാം, വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.
സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനായ കർത്താവുമായ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കുമാണ്. ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളെ രക്ഷിക്കണമേ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ. സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.